ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് ചായപലഹാരങ്ങളുടെ റെസിപ്പി ആയിട്ടാണ് വന്നത് കേട്ടോ. എൻ്റെ വീട്ടിൽ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒരു ഗെറ്റ് ടുഗദർ ഉണ്ടായിരുന്നു. അപ്പോൾ അന്നെടുത്ത കുറച്ച് റെസിപ്പികളാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ചിക്കൻ റോളാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ചിക്കൻ റോളിന് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് ആണ് ഫസ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഒരു 4 മീഡിയം സൈസുള്ള ഉള്ളിയും അതുപോലെ തന്നെ 2 പച്ചമുളകും ചെറുതായിട്ട് ചോപ്പ് ചെയ്തതാണ് അതിട്ട് കൊടുക്കുക. ഇതൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഒന്ന് സോഫ്റ്റ് ആവണ വരെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇത് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഓയിലോ എന്തെങ്കിലും ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ വെളിച്ചെണ്ണ ആണ് ചേർക്കുന്നത്. ഒരു 2 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. ഓയിൽ കൂടിപ്പോകാൻ പാടില്ല. ഓയിലിൻ്റെ അളവ് കൂടിപ്പോയാൽ നമ്മൾ ഫില്ലിംഗ് ചെയ്യണ സമയത്ത് പൊരിക്കുന്ന സമയത്ത് ആ എണ്ണ പുറത്തേക്ക് വരും കേട്ടോ. അപ്പോൾ ചെറിയ ക്വാണ്ടിറ്റി ഓയിലിലാണ് നമ്മളിത് ഫില്ലിംഗ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ അതാ നമ്മളെ ഉള്ളിയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇത്രയും ആയാൽ മതി ട്ടോ. ഒന്ന് സോഫ്റ്റ് ആയാൽ മതി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരു 10 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 15 സെക്കൻഡ് ഒക്കെ മതിയാവും. ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അതിന് ശേഷം അത് ഒരു 1½ ടീസ്പൂണോളം മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എരിവൊക്കെ നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പിന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം പെരുംജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതും ഇതേപോലെ തന്നെ ഒന്ന് ഇളക്കി മിക്സ് ആക്കിയിട്ട് അതിൻ്റെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറിക്കോട്ടെ. അങ്ങനെ മാറിയെന്ന് കണ്ട് കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് ഇതുവരെ ഉപ്പൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ അതിന് പകരമായിട്ട് ഞാൻ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ചിക്കൻ വേവിച്ച് വെച്ചിട്ടുള്ള കുറച്ച് ചിക്കൻ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. ഞാനിവിടെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ചേർത്തിട്ട് ചിക്കൻ വേവിച്ചെടുത്തതാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് സ്റ്റോക്കാണ് ഒഴിച്ച് കൊടുക്കുന്നത്. 2 3 അല്ലെങ്കിൽ മാക്സിമം 4 ടേബിൾ സ്പൂൺ ഉണ്ട്. അത്രേ ചേർക്കാൻ പാടുള്ളൂ. പെട്ടെന്ന് തന്നെ അത് വറ്റി വരും. നമ്മൾ നന്നായിട്ട് വഴറ്റിയ ഉള്ളി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നോളും. അപ്പോൾ ആ ഒരു മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അത് നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇത് കണ്ടില്ലേ? ജസ്റ്റ് ഇത്ര ചേർക്കാൻ പാടുള്ളൂ. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ വേവിച്ചിട്ട് ഷ്രെഡ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. ചിക്കൻ്റെ അളവ് എന്ന് പറയുന്നത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. എനിക്ക് ഈ ഒരു ഉള്ളിനെക്കാട്ടും കൂടുതൽ ചിക്കൻ ഉണ്ടാവുന്നതാണ് ഇഷ്ടം. അപ്പോൾ ചിലർക്ക് ചിലപ്പം ഉള്ളി മസാല ആയിരിക്കും കൂടുതൽ ഇഷ്ടം. അങ്ങനെ ആകുമ്പോൾ കുറച്ച് ചിക്കൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇത് നന്നായിട്ട് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇങ്ങനെ നന്നായിട്ട് ഇളക്കി മിക്സാക്കി ഒരു 2 3 മിനിറ്റ് നേരം വഴറ്റിയതിന് ശേഷം നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ. ഉപ്പൊക്കെ എത്ര വേണമെന്നുള്ളത് അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ നോക്കിയ സമയത്ത് കുറഞ്ഞ ഉപ്പേ കുറവുള്ളൂ. അപ്പോൾ അത് ഞാനൊരു 1/2 ടീസ്പൂണോളാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റോക്ക് ചേർക്കുന്നതുകൊണ്ട് തന്നെ അതിൽ ഉപ്പിട്ടിട്ടല്ല നമ്മൾ വേവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഉപ്പ് ഇതിലും ഉണ്ടാവും. ഇനിയിപ്പോൾ ഇതാ മസാല നമ്മൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് മല്ലിച്ചപ്പാണ് ചേർക്കേണ്ടത്. അത് നമ്മൾ തീ ഓഫ് ചെയ്തതിന് ശേഷമാണ് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ദാ തീ ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് മല്ലിച്ചപ്പ് അധികം തന്നെ വേണം കേട്ടോ. കുറച്ച് അരിഞ്ഞ് വെച്ചതാണ്. അത് മല്ലിച്ചപ്പ് ചേർക്കുന്ന സമയത്ത് എപ്പോഴും തീ ഓഫ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോഴാണ് ആ ഒരു മല്ലിച്ചപ്പിൻ്റെ ഫ്രഷ് ടേസ്റ്റ് നമുക്ക് വരിക. അത് മല്ലിച്ചപ്പ് നമ്മൾ എണ്ണയിൽ കിടന്നിട്ടോ അല്ലെങ്കിൽ ചൂടാക്കി വഴറ്റിയെടുത്ത് കഴിയുന്ന സമയത്ത് അതങ്ങ് ചുരുങ്ങി വരുന്ന സമയത്ത് അതിൻ്റെ ഫ്ലേവർ മാറും. അപ്പോൾ ഇങ്ങനെ ചേർക്കലാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ നമ്മൾ അടിപൊളി ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിനി ഇവിടെ മാറ്റി വെക്കാം. ഇനി അതിൻ്റെ മാവാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതാ ഞാൻ മൈദപ്പൊടി എടുക്കുന്നുണ്ട്. ഒരു 3 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഉപ്പും ചേർത്ത് കൊടുത്ത്. പിന്നെ വേണ്ടത് പഞ്ചസാരയാണ്. ഒരു 3 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുക. 3 കപ്പ് പൊടി എടുത്തുകൊണ്ടാണ് 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്തത്. ഇനിയിപ്പോൾ വേണ്ടത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് കേട്ടോ. അതിപ്പോൾ ഞാൻ ഇവിടെ നാട്ടിൽ വന്നപ്പോൾ ചെറിയൊരു പാക്കറ്റ് വാങ്ങിച്ചതാണ്. അപ്പോൾ അത് 1 ടീസ്പൂൺ മതി കേട്ടോ. 1 ടീസ്പൂൺ ഇതാ ഒന്ന് മുഴുവനായിട്ടൊന്നും വേണ്ട, കുറച്ച് മതി. ഇനിയിപ്പോൾ ഇതിലേക്ക് പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂണോളം പാൽപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ പാല് ചേർത്തിട്ടാണ് ഇത് നമ്മൾ കുഴച്ചെടുക്കുന്നത് കേട്ടോ. റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ്. ഞാൻ ചൂടാക്കിയതോ അല്ലെങ്കിൽ തണുപ്പിച്ചതോ ഒന്നുമല്ല. റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ്. ഇനി ആ പാൽ ഒഴിച്ചിട്ട് പാലിനങ്ങനെ കറക്റ്റ് നമുക്ക് അളവ് പറയാൻ വേണ്ടി പറ്റില്ല. കുറേശ്ശെ ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുക. പിന്നെ കുഴയ്ക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ലൂസായി പോകാൻ പാടില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മളിത് എണ്ണയിലിട്ട് പൊരിക്കാനുള്ളതായതുകൊണ്ട് കുറച്ച് കട്ടിയിലാണ് കുഴച്ചെടുക്കേണ്ടത് കേട്ടോ. കുറച്ച് ഹാർഡായിട്ട് വല്ലാണ്ടങ്ങ് ഇത്തിരി ലൂസായി പോയി കഴിഞ്ഞാൽ എണ്ണ കുടിക്കും. നമ്മൾ എണ്ണയിലിടുന്ന സമയത്ത് വല്ലാണ്ടങ്ങ് എണ്ണ കുടിച്ച് പോകും. അപ്പോൾ അതുകൊണ്ട് നല്ല കട്ടിയിൽ നല്ല ടൈറ്റ് ആക്കിയിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കുക. നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുകയും ചെയ്യും. 1 മണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കും. അപ്പോൾ നമ്മൾ ടൈറ്റായിട്ട് കുഴച്ചാലും 1 മണിക്കൂർ വെക്കുന്ന സമയത്ത് ഒന്നും കൂടെ ഒന്ന് സോഫ്റ്റായിട്ട് വന്നോളും. അപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിലാണ് കുഴക്കേണ്ടത് കേട്ടോ. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല കട്ടിയിലാണ് ഇത് കുഴച്ചെടുത്തത്. തീരെ ലൂസല്ല. ഈ ഒരു പാകത്തിൽ. ഇത് നമുക്ക് കവർ ചെയ്തിട്ട് ഒരു സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ വെക്കുക. അല്ലാന്നുണ്ടെങ്കിൽ മിനിമം അരമണിക്കൂറെങ്കിലും വെക്കുക. ഇനിയിപ്പോൾ അത് 1 മണിക്കൂറിന് ശേഷമാണ് ഞാനിത് തുറന്നത്. ഇതിപ്പോൾ കണ്ടില്ലേ കുറച്ചൊന്ന് പൊന്തി വന്നിട്ടുണ്ട്. ഒരുപാടൊന്നും പൊങ്ങാൻ മാത്രമുള്ള ഈസ്റ്റ് നമ്മൾ ഇതിലിട്ടിട്ടില്ല. അതുകൊണ്ടാണ് ഇത്ര പൊന്തുള്ളൂ കേട്ടോ. ഇനി ഇതിൽ നിന്ന് ഓരോ ഉരുള എടുത്തിട്ട് ചെറിയ ചെറിയ ഒരു പൂരിൻ്റെ വലുപ്പത്തിലുള്ള ഉരുള ആക്കിയാൽ മതി. ചെറിയ സൈസ് പൂരി നമ്മൾ ഉണ്ടാക്കില്ല, ആ ഒരു സൈസിലുള്ളത് മതി. ഒരുപാട് വലുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കരുത്. കാരണം നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഒന്നും കൂടെ അത് വീർത്ത് വരും. അപ്പോൾ ആ ഒരു ഇതും കൂടെ നമ്മൾ കണക്കാക്കണം കേട്ടോ. കുറച്ചും കൂടെ വലുപ്പം പൊരിക്കുന്ന സമയത്ത് വരും. അപ്പോൾ അത് കംപ്ലീറ്റ് ഞാൻ ചെറിയ പൂരിൻ്റെ സൈസിൽ ഒന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഓരോ ഉരുള എടുക്കുക, ബാക്കി അവിടെ കവർ ചെയ്ത് വെക്കുക. അതിന് ശേഷം അതാ കുറച്ച് പൊടി ഇട്ട് കൊടുത്തിട്ട് ഇതിനൊന്ന് പരത്തിയെടുക്കുക. നല്ല നൈസായിട്ട് തന്നെയാണ് പരത്തേണ്ടത്. തീരെ കട്ടിയൊന്നും വേണ്ട. കാരണം ഇത് റോൾ ചെയ്തെടുക്കുന്നതാണ്. അപ്പം ഒരുപാട് കട്ടി ഉണ്ടെങ്കിൽ ഉള്ളു വെന്ത് കിട്ടാനൊക്കെ പണിയായിരിക്കും. അപ്പോൾ നന്നായിട്ട് നല്ല നൈസായിട്ട് തന്നെ മാക്സിമം പരത്തിയെടുക്കുക. പിന്നെ തടി ഞാൻ കാണിച്ചു തരാം. ഇപ്പം നന്നായിട്ട് എന്താ പറയുക, തടി കുറച്ചിട്ടാണ് ഞാൻ പരത്തിയെടുക്കുന്നത്. ഇതിപ്പോൾ കണ്ടില്ല.
ഇതിൻ്റെ നടുവിലേക്ക് ഇനി നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് തടി കുറച്ച് പരത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ നടുവിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ഒരു ഫില്ലിങ് വെച്ച് കൊടുക്കുക. ഫില്ലിങ് വെക്കുമ്പോൾ അത്യാവശ്യം ഫില്ലിങ് വേണം കേട്ടോ. തീരെ കുറച്ച് വെച്ച് കഴിഞ്ഞാൽ തീരെ ടേസ്റ്റ് ഉണ്ടാവില്ല. വെറും പൊടി കഴിക്കുന്ന പോലെ തോന്നും നമുക്ക്. അതുകൊണ്ട് തന്നെ കുറച്ച് അധികം തന്നെ ഫില്ലിങ് വെച്ച് കൊടുക്കുക. ഇങ്ങനെ വെച്ചതിന് ശേഷം 2 സൈഡും ഒന്ന് കവർ ചെയ്ത് എടുക്കുകയും വേണം. പിന്നെ ഞാനിവിടെ വെള്ളം തൊടുന്നില്ല. വെള്ളം തൊടേണ്ട ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ വെള്ളം തൊട്ട് കൊടുത്താൽ പെട്ടെന്ന് ഒട്ടി കിട്ടും കേട്ടോ. ഞാനിപ്പോൾ ഇത് ഇങ്ങനെ റോൾ ചെയ്തിട്ട് കുറച്ച് സമയം വെക്കുന്നതുകൊണ്ടാണ് ഞാനിപ്പം വെള്ളമൊന്നും തൊടാത്തത്. നിങ്ങളിത് റോൾ ചെയ്ത ഉടനെ തന്നെ പൊരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒട്ടിക്കുന്ന സ്ഥലത്തൊക്കെ കുറച്ച് വെള്ളം ഒന്ന് തൊട്ട് കൊടുത്താൽ മതി, പെട്ടെന്ന് ഒട്ടി കിട്ടും. ദാ ഈ ഒരു ഭാഗത്ത് ട്ടോ. ഇവിടെ ഒന്ന് വേണമെങ്കിൽ വെള്ളം തൊട്ട് കൊടുത്താൽ മതി. ഞാനിപ്പോൾ വെള്ളം തൊടുന്നില്ല. കാരണം ഇത് റോൾ ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ പൊരിച്ചെടുക്കുന്നത്. കാരണം വേറെയും പണി ഉള്ളതുകൊണ്ട് നമ്മളവിടെ വെക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് നന്നായിട്ടൊന്ന് ഒട്ടി വന്നോളും. എവിടെയും ഒരു ഗ്യാപ്പൊന്നും ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തിയിട്ട് ഈ ഒരു സൈസിൽ ഉണ്ടാക്കിയാൽ മതി ട്ടോ. ചെറുതാണ്. ഇത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഒന്നും കൂടെ വലുതായിക്കോളും. ഇനിയിപ്പോൾ അടുത്തതെന്ന് പറയുന്നത് ഇതിലേക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് വേണം. ഞാനിപ്പോൾ ഒരു പാക്കറ്റ് ബ്രെഡ് വാങ്ങിയിട്ട് മിക്സിയിൽ പൊടിച്ചതിന് ശേഷം ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. പണ്ട് ഒരുപാട് ആൾക്കാർ ചോദിച്ചൊരു റെസിപ്പിയാണ് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കുന്നത് കാണിക്കണം എന്നുള്ളത്. അപ്പോൾ ഞാൻ കാണിക്കാറില്ല. കാരണം അതെല്ലാവർക്കും അറിയുന്നതായിരിക്കുമല്ലോ എന്ന് വെച്ചിട്ടാണ് അത് സ്കിപ്പ് ചെയ്യണം കേട്ടോ. ഇങ്ങനെയാണ് ചെയ്യുക. ഇങ്ങനെ തൊട്ട് നോക്കിയാൽ ഒരു മണൽത്തിരി പോലെ ആയിട്ട് വരും. അതുവരെയാണ് റോസ്റ്റ് ചെയ്തെടുക്കേണ്ടത്. ഇത് നമുക്ക് എത്ര വേണമെങ്കിലും സൂക്ഷിക്കുകയും ചെയ്യാം കേട്ടോ. കുപ്പിയിൽ വെച്ചാൽ ഇനിയിപ്പോൾ അതൊരു 3 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് അതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്ത് എടുക്കാം. ഇങ്ങനെ ബ്രെഡ് ക്രംസ് ഒക്കെ നമ്മൾ നോമ്പിന് എപ്പോഴും ഒരുപാട് ഞാനൊക്കെ ഉണ്ടാക്കി വെക്കുന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഓരോ റോൾ ചെയ്ത് വെച്ചിട്ടുള്ള ആദ്യം റോൾ ചെയ്ത് വെച്ചാൽ ഫസ്റ്റത്തെ നോക്കിയിട്ട് എടുക്കുക. അപ്പോൾ അത് മുട്ടയിലൊന്ന് നന്നായിട്ട് മുക്കിയതിൻ്റെ ശേഷം ഈ ഒരു ബ്രെഡ് ക്രംസിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക കേട്ടോ. ഫോൾഡ് ചെയ്യല്ല, ഒന്ന് എന്താ പറയുക, റോൾ ചെയ്തെടുക്കുക. അപ്പോൾ അത് ബ്രെഡ് ക്രംസിൽ നന്നായിട്ട് ഒന്ന് മുക്കിയെടുക്കണം. എല്ലായിടത്തും ആ ഒരു മുട്ടയാവണം. അതുപോലെ തന്നെ ഈ ഒരു ബ്രെഡ് ക്രംസും എല്ലായിടത്തും ആവുന്ന രീതിയിൽ ഒന്ന് പൊതിഞ്ഞെടുക്കുക. ഇങ്ങനെ പൊതിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും എടുത്ത് പൊരിക്കുകയും ചെയ്യാം കേട്ടോ. വിട്ട് വെച്ചിട്ട് ആദ്യം ഒന്ന് ഐസാക്കി എടുക്കുക. അതിൻ്റെ ശേഷം ഇത് കവറിലേക്ക് മാറ്റിയാൽ മതി. അപ്പോൾ കവറിൽ നമുക്ക് ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ കുറേ കാലം ഒരു മാസം വരെയൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത്. ഇനിയിപ്പോൾ അതേപോലെ ഞാൻ കംപ്ലീറ്റ് എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. വേറെ പാത്രത്തിലാക്കി വെച്ചാണ് കേട്ടോ. ഇനിയിപ്പോൾ അത് ചൂടായ എണ്ണയിലിട്ടിട്ട് ഓരോന്നോരോന്ന് ഫ്രൈ ആക്കി എടുക്കുക. പിന്നെ അധികം തീ കൂട്ടി വെക്കണ്ട. ഉള്ളിൽ മാവായതുകൊണ്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. കുറച്ച് സമയം എടുത്തിട്ട് തന്നെ ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി. തീരെ എണ്ണയൊന്നും കുടിക്കൂല കേട്ടോ. നമ്മൾ ആ ഒരു മാവൊക്കെ കുഴച്ചത് നല്ല ടൈറ്റിലായതുകൊണ്ട് തീരെ എണ്ണ കുടിക്കാത്ത നല്ലൊരു സ്നാക്കാണിത്. പിന്നെ പുറം ഭാഗം നല്ല ക്രിസ്പി ആയിരിക്കും. ഫ്രഷ് ബ്രെഡ് പൊടിച്ച് അപ്പം തന്നെ അത് കോട്ട് ചെയ്യരുത്. ഇങ്ങനെ റോസ്റ്റ് ചെയ്ത് എടുക്കുന്ന ബ്രെഡ് ക്രംസിന് എപ്പോഴും നല്ല ക്രിസ്പിനെസ് കൂടും. ഒരുപാട് നേരം ക്രിസ്പി ആയിട്ട് നിൽക്കും. അതിനാണ് നമ്മൾ റോസ്റ്റ് ചെയ്ത് എടുക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ആ ഒരു എല്ലാം നമ്മൾ എണ്ണയിൽ നിന്ന് കോരി മാറ്റുന്നുണ്ട്. ചൂടോടുകൂടി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ റോളാണ് കേട്ടത്. ഈ ഒരു മസാല ഇതുപോലെ ഉണ്ടാക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്ക്. ഇനിയിപ്പോൾ അടുത്ത ബാച്ചും ഞാൻ ഇട്ട് കൊടുത്തു കേട്ടോ. ഇതേപോലെ തന്നെ ബാക്കിയുള്ള കംപ്ലീറ്റ് ഇതേപോലെ പൊരിച്ചെടുക്കുക. ഇങ്ങനത്തെയൊക്കെ സ്നാക്ക് ആകുന്ന സമയത്ത് ചൂടാറിക്കഴിഞ്ഞാലും നമുക്ക് കഴിക്കാൻ വേണ്ടി നല്ല ടേസ്റ്റാണ്. ചില സ്നാക്ക് നമുക്ക് ചൂടോടുകൂടി തന്നെ കഴിക്കണമല്ലോ. അപ്പം ചൂടാറിക്കഴിഞ്ഞാൽ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇങ്ങനത്തതൊക്കെ ആകുമ്പോൾ നമുക്ക് എപ്പോഴും കഴിക്കാം. അപ്പോൾ 2 ഭാഗം മരിഞ്ഞതിന് ശേഷം അതും എടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത സ്നാക്ക് എന്ന് പറയുന്നത് ഞാനിവിടെ പഴംപൊരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പഴംപൊരിക്ക് വേണ്ടി ഞാനിത് മൈദപ്പൊടി എടുക്കുന്നുണ്ട്. ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കുന്ന ഒരു പഴംപൊരിയാണ്. അപ്പോൾ ഒരു 3 കപ്പോളം മാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വറുത്ത അരിപ്പൊടിയാണ് ചേർക്കുന്നത്. പത്തിരിപ്പൊടി, ഇടിയപ്പപ്പൊടി എന്ന് പറയുന്ന ആ പൊടി. പിന്നെ ഒരു 2-3 ടേബിൾ സ്പൂണൊക്കെ നോക്കിയിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുക കേട്ടോ. മധുരത്തിന് നേരിയ മധുരം മതി, കൂടുതൽ മധുരം വേണ്ട. പിന്നെ ഒരു 3/4 ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ബേക്കിംഗ് സോഡ, അപ്പക്കാരം കേട്ടോ, ഒരു 1/4 ടീസ്പൂൺ അപ്പക്കാരവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ യെല്ലോ കളർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം. ഒരിക്കലും ബേക്കിംഗ് സോഡ ഇടുന്ന സാധനത്തിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കരുത് കേട്ടോ. രണ്ടും കൂടെ റിയാക്ഷൻ ആയിട്ട് ഒരു റെഡ് കളറിൽ ചില സമയത്ത് ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ബേക്കിംഗ് സോഡ ചേർക്കുന്ന സമയത്ത് യെല്ലോ കളറാണ് ചേർക്കേണ്ടത്. അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ ഇല്ലാണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കലക്കിയെടുക്കുക കേട്ടോ. ഇത് കലക്കിയെടുക്കുക എന്ന് പറയുന്നത് നമ്മളൊരു ഇഡ്ഡലി മാവിൻ്റെ ഒരു കട്ടിയിലാണ് വേണ്ടത്. വല്ലാണ്ട് അങ്ങ് ലൂസായി പോകാനും പാടില്ല, വല്ലാണ്ട് കട്ടിയായി പോകാനും പാടില്ല. ഇപ്പോൾ ഈ ഒരു പാകത്തിലാണ് ഞാനത് കുഴച്ചെടുത്തത്. ഇതിപ്പോൾ കണ്ടില്ല, നല്ല ആവശ്യത്തിന് കട്ടിയുണ്ട്, എന്നാൽ വല്ലാണ്ട് അങ്ങ് ഇതുമല്ല, ആ ഒരു പാകത്തിലാണ് എടുക്കേണ്ടത്. ഇപ്പം നമ്മളെ ഒരു പഴംപൊരിൻ്റെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്ന് കൈയൊക്കെ ഒന്ന് കഴുകി വരട്ടെ കേട്ടോ. ഇനി ഇതവിടെ വെക്കുന്നുണ്ട്. ഇനി നമ്മൾ പഴം മുറിച്ചിടാം. ഇപ്പോൾ ഞാൻ ഒരു പഴം 2 ആക്കിയിട്ടാണ് മുറിച്ചിട്ടുള്ളൂ. നാട്ടിൽ വരുന്ന സമയത്ത് നമുക്ക് പഴത്തിന് ക്ഷാമം ഇല്ലാത്തതുകൊണ്ട് ഒരു പഴം 2 ആയിട്ട് തന്നെ മുറിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ചൂടായ എണ്ണയിലേക്ക് ഓരോ കഷ്ണം ഈ ഒരു പഴം മുക്കിയിട്ട് നമുക്ക് പഴംപൊരി ഉണ്ടാക്കിയെടുക്കാം. ഈ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ശരിക്കും നമ്മൾ തട്ടുകടയിലൊക്കെ കിട്ടുന്ന പോലെ തീരെ എണ്ണ ഒന്നും കുടിക്കില്ല, എന്നാലും നല്ല ക്രിസ്പി ആയിട്ടും നല്ല ഒരു ഇതായിട്ട് കിട്ടും. കാണാനൊക്കെ നമ്മളെ ഒരു തട്ടുകടയിൽ നിന്ന് വാങ്ങുന്ന പോലെ ഉണ്ടാവും കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും. എന്നാൽ എണ്ണ ഒന്നും അധികം കുടിക്കുകയില്ല. നിങ്ങൾ ബേക്കിംഗ് സോഡൻ്റെ അളവ് കൂടി പോകാണ്ടിരുന്നാൽ മതി. അതിൻ്റെ അളവ് കൂടി പോയാൽ എണ്ണ കുടിക്കും. അപ്പോൾ ചൂടായ എണ്ണയിലേക്ക് ആ ഒരു ചട്ടി നിറച്ച് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യം തന്നെ നമ്മൾ പഴംപൊരി പൊരിച്ചതിന് ശേഷമാണ് റോള് പൊരിക്കാൻ വേണ്ടി പോണത്.
അത് 2 ഭാഗവും ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയി എന്ന് കാണുകയാണെങ്കിൽ അപ്പോൾ തന്നെ നമുക്കിത് കോരിയെടുത്താൽ മതി. ഇതും തീരെ ഈ ഒരു കറക്റ്റ് അളവിൽ ഉണ്ടാക്കുകയാണെങ്കിൽ തീരെ എണ്ണയൊന്നും കുടിക്കാത്ത പഴംപൊരിയാണ് കേട്ടോ. നമ്മൾ ചില സമയത്ത് തട്ടുകടയിൽ നിന്നൊക്കെ വാങ്ങുന്ന സമയത്ത് ഭയങ്കര എണ്ണ കുടിച്ച് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ബേക്കിംഗ് സോഡൻ്റെ അളവ് കൂടിപ്പോണോണ്ടാണ് ഈ ഒരു എണ്ണ കുടിച്ച് പോണത്. അപ്പോൾ അതാ ഫസ്റ്റത്തെ ബാച്ച് ഇവിടെ റെഡി ആയിന്. ഇനിയിപ്പോൾ ഇതേപോലെ തന്നെ ബാക്കിയുള്ള കംപ്ലീറ്റ് ഇതേപോലെ പൊരിച്ചെടുക്കട്ടെ. ഞാനിപ്പോൾ ഉണ്ടാക്കുന്ന എല്ലാ സാധനവും കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ ആണ്. നമ്മൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഇത്രയും അളവ് പറയുന്നത്. നിങ്ങൾക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഇതിനനുസരിച്ച് ഇതിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ അടുത്തത് മൂന്നാമത്തെ സ്നാക്ക് എന്ന് പറയുന്നത് ഞാൻ മുട്ട പുഴുങ്ങി പൊരിക്കുന്നുണ്ട്. അത് പിന്നെ കാണിക്കുന്നില്ല. എപ്പോഴും ഞാൻ കാണിക്കണതല്ലേ. ഇനിയിപ്പോൾ അതാ എല്ലാം വന്ന് റെഡി ആയിട്ടുണ്ട്. ചായയൊക്കെ പാർന്നിട്ടുണ്ട്. പിന്നെ ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് തന്നെ ഇവിടെ ഗസ്റ്റുകളൊക്കെ എത്തിയതുകൊണ്ട് പൂർണ്ണമായിട്ട് എനിക്ക് ബാക്കി എടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല കേട്ടോ. ഇതിൽ കാണുന്ന ഈ ഒരു കല്ലുമ്മക്കായ പൊരിച്ചത്, അതുപോലെ തന്നെ കായ്പോള അതൊക്കെ ഓരോരുത്തർ കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ തെസ്നി കൊണ്ടുവന്നതാണ് നമ്മളൊരു കല്ലുമ്മക്കായ നിറച്ചത്, അതുപോലെ തന്നെ ജാസി കൊണ്ടുവന്നതാണ് കായ്പോള. അപ്പോൾ അതുകൊണ്ട് അതൊന്നും നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റില്ല, അവർ കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇന്ന് കാണിച്ച എല്ലാ ഐറ്റംസും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അടുത്തതിൽ കാണാം. അസ്സലാമു അലൈക്കും.